നമ്മളിന്ന് പോകുന്നത് പൊന്മുടിയിലേക്കാണ്. പൊന്മുടിയിലേക്ക് നമ്മൾ കയറണമെങ്കിൽ 22 ഹെയർ പിൻ വളവുണ്ട്. അത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മൾ പാസ് എടുക്കണം. 40 രൂപയാണ് വലിയവർക്ക്, 20 രൂപ കുട്ടികൾക്ക്. അങ്ങനെ പാസ് എടുത്ത് നമ്മൾ 22 ഹെയർ പിൻ വളവും താണ്ടി നമ്മൾ പൊന്മുടിയിലെത്തിയിരിക്കുകയാണ്. പൊന്മുടിയിലെ കാഴ്ചകൾ സത്യം പറയാലോ, നമ്മളൊരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി ഈ സ്ഥലം ഒന്ന് കാണണം. എന്നുവെച്ചാൽ അത്ര മനോഹരമാണ്. പക്ഷെ നമ്മൾ പോയ സമയത്തൊന്നും മഞ്ഞ് ഇല്ലായിരുന്നു, തണുപ്പായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ആ കാലാവസ്ഥ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇവന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്ത് മോന്. അതിനുശേഷം ഇതൊരു വലിയൊരു പാറയാണ് അതിനടുത്തുള്ള. ആ പാറയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആ കയറാൻ പോകുന്ന വഴി ഇതാണ്. എല്ലാവരും കൂടി എന്നാൽ ആ പാറയുടെ മുകളിൽ പോയിട്ട് എന്താണ് കാഴ്ചകൾ എന്ന് കാണാൻ വേണ്ടി പോകുന്നു. അതിനിടയ്ക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ആ പാറ കയറി വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള കൊച്ചു മോളൂസിനെയും കൊണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. മോളൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഈ സ്ഥലം നമ്മൾ ആ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. ചുറ്റും നല്ല മലകൾ നിറഞ്ഞ, അതും പച്ചപ്പോടുകൂടി വല്ലാത്തൊരു കാഴ്ചയാണ്. നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. ഇവിടെ മഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളി ആയേനെ എന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. ഇതിൻ്റെ മോളൂസിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അതിനുശേഷം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികൾ പിന്നെ അവിടുന്ന് കയറി വരുന്ന ആ ഒരു ക്ഷീണം കാരണം ഇവിടെയൊക്കെ ഇരുന്നു. ആ ഇരുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ പുറകിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോട്ടോ എടുക്കാൻ പറ്റിയ, നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല ക്ലൈമറ്റ്, അത് ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ലൊരു സ്ഥലവുമാണ്. അതായത് അടിപൊളിയാണ്. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് കയറുകയാണ്. അവിടെ തന്നെയുള്ള മറ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി ഇതല്ല സത്യത്തിൽ. വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി ഇതല്ല, മറ്റൊരു വഴിയാണ്. പക്ഷേ ഞങ്ങൾ അതിനടുത്തുള്ള ആ പാറകളൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി അത് കണ്ട് ആ പാറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സീനറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകളുണ്ട്. അതിനുശേഷം ഞങ്ങൾ നമ്മൾ ആ പാറയുടെ അടുത്തുകൂടി ഇതുവഴിയാണ് നമ്മൾ കയറി മുകളിലേക്ക് പോയത്. ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ വ്യൂ പോയിന്റിലേക്ക് പോകാൻ മറ്റൊരു വഴികളുണ്ട്. പക്ഷേ നമുക്ക് പോയി ആസ്വദിച്ച് ആ മലയിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഇതുവഴി തന്നെ കയറി പോവുക തന്നെ വേണം. നല്ല രസമാണ് ഇതുവഴി കയറി പോകുന്നത്. നല്ല പുല്ലൊക്കെ നിറഞ്ഞതാണ്. ആ പുല്ലിനകത്തുകൂടിയാണ് നമ്മൾ കയറി പോകുന്നത്. നിങ്ങൾക്ക് മേലോട്ട് നോക്കിയാൽ കാണാം വ്യൂ പോയിന്റ്. അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ വ്യൂ പോയിന്റിൽ പോകുന്ന വഴിക്ക് ഞാൻ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. എന്തായാലും ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഭംഗി, ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും അവിടെ പോയാൽ നമുക്ക് ഇതിൽ നല്ലതുപോലെ, ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. പിള്ളേരെല്ലാം നല്ല ഹാപ്പിയാണ്. എല്ലാവരും നല്ല ഹാപ്പിയോട് കൂടിയാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം മോളൂസ് പോലും നടന്ന് ആസ്വദിച്ചാണ് പോകുന്നത്. കണ്ടു നോക്കിയേ. ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കയറുകയാണ്. എല്ലാവരും വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി കയറി വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തി. ആ വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ശ്രദ്ധിച്ച് എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ മഞ്ഞുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടി അടിപൊളിയായിട്ട് ആസ്വദിക്കാമായിരുന്നു. ശരിക്കും ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ വരുന്നവരെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കുകയും ചെയ്തു. വ്യൂ പോയിന്റിൻ്റെ അവിടെ ഇരിക്കാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കിരിക്കാൻ കംഫർട്ടബിളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഉണ്ട്. അവിടെ ഇരുന്ന് നമ്മളിതെല്ലാം കണ്ട്. അതുപോലെ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പുമായിരുന്നു. അതിനുശേഷം നമ്മൾ വെളിയിലേക്ക് താഴേക്ക് ഇറങ്ങി നമ്മൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് മോളൂസ് ക്ഷീണിച്ചവിടെ നിന്നൊരു പാട്ടൊക്കെ പാടി ഞങ്ങളെ ഒന്ന് കേൾപ്പിച്ചു. ആ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ്. അതുപോലെ ഇവിടെ മഞ്ഞൊക്കെ കൂടുതലുണ്ടെങ്കിൽ അവിടെ കൂടുതലുള്ള സമയത്ത്, അതിൽ മഴ കൂടുതലുള്ള സമയത്തൊന്നും അങ്ങനെ പ്രവേശനം അനുവദിക്കാറില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. നല്ലൊരു മീഡിയം മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നമ്മളെ കയറ്റി വിടാറുണ്ട്.